നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഇങ്ങനൊരു അന്വേഷണം തികച്ചും പേഴ്സണൽ ആയതുകൊണ്ട് അത് കോൺഫിഡൻഷ്യലും ആകണം. ഷുവർ മാഡം. പിന്നെ മെഡിക്കൽ സൂപ്രണ്ട് എന്ന നിലയിലല്ല, എന്റെ നല്ല സുഹൃത്ത് എന്ന നിലയിലാണ് ഞാൻ ഡോക്ടറോട് ഈ സഹായം ചോദിച്ചത്. യു ആർ ഓൾവേസ് വെൽക്കം മായ മാഡം. താങ്ക് യു ഡോക്ടർ. ഡോക്ടർ, ആരാ കുഞ്ഞിന്റെ അമ്മ? ആത്മജ ഉമാദത്തൻ. റെക്കോർഡിൽ അങ്ങനെ എഴുതിയിരിക്കുന്നത്. ഉറപ്പല്ലേ ഡോക്ടർ? ഉറപ്പാണ് മാഡം. ഈ പ്രിന്റ് ഔട്ട് വെച്ചോളൂ. ഫർദർ എന്ത് ആവശ്യമുണ്ടെങ്കിലും ഞങ്ങളുടെ സഹായം ഉണ്ടാവും. താങ്ക് യു ഡോക്ടർ. ഓ ശരി മാഡം. സത്യം പറയാലോ മോളെ, കഴിഞ്ഞ കുറച്ച് ദിവസം ഞാൻ അനുഭവിച്ച ദുരന്തങ്ങൾ ചത്തുകളഞ്ഞാലോന്ന് വരെ ഞാൻ ആലോചിച്ചു പോയി. ശകുന്തളയില്ലാതെ പ്രിയംവദയുണ്ടോ? പ്രിയംവദയില്ലാതെ അനസൂയുണ്ടോ? മോളൊന്ന് ആലോചിച്ച് നോക്ക്. ഞാനാണ് മോളെ ഇങ്ങനെ ഒറ്റപ്പെടുത്തെങ്കിൽ മോൾക്ക് സഹിക്കാൻ പറ്റുമോ? അത് പിന്നെ ചേച്ചി മനഃപൂർവ്വം അല്ലല്ലോ. എന്റെ സ്ഥാനത്ത് നിന്ന് ചേച്ചി ഒന്ന് ആലോചിച്ച് നോക്ക്. ചേച്ചിക്കാണ് ഇങ്ങനെ ഒരു അവസ്ഥ വരുന്നതെങ്കിലോ? ഏത് നിമിഷവും മരിക്കുമെന്നറിഞ്ഞ് ലോകത്തെ ഏത് ധൈര്യശാലിയും ഇങ്ങനെയൊക്കെ ആയിപ്പോവും. ആയിക്കോ, പക്ഷെ കൂട്ടത്തിൽ എന്നെ കൂടെ കൂട്ടിയിരുന്നെങ്കിൽ ഈ നാടകം ഇത്രയും നീട്ടിക്കൊണ്ടുപോയി ഞാൻ സമ്മതിക്കത്തില്ലായിരുന്നു. ചേച്ചിക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു? ചേച്ചിക്ക് എന്താ ചെയ്യാൻ പറ്റാത്തത്? എന്റെ മോളെ ഞാൻ മോളെ പോലെ പൊട്ടിയല്ല ചേച്ചി. അങ്ങനെ ഏതോ ഒരു ഡോക്ടർ പറഞ്ഞെന്നും പറഞ്ഞ് ഈ പേക്കൂത്തൊക്കെ കാണിക്കാൻ. ഞാനിത് അറിഞ്ഞിരുന്നെങ്കിൽ വേറെ കൊള്ളാവുന്ന ഏതെങ്കിലും ഡോക്ടറെ കൂടി കാണിച്ചേനെ. നമുക്ക് വലിയ വിലയൊന്നും ഇല്ലെങ്കിലും മെഡിക്കൽ കോളേജിലൊക്കെ ഇരിക്കുന്ന ഡോക്ടർമാർക്ക് എന്തോരം കഴിവുള്ളതാണെന്ന് മോൾക്കറിയോ? അവരായിരുന്നെങ്കിൽ കൃത്യമായിട്ട് കാര്യം കണ്ടുപിടിച്ചേനെ. ഇതിപ്പോ ഡോക്ടറെയും കുറ്റം പറയാൻ പറ്റില്ല, ബ്ലഡ് മാറിപ്പോയതുകൊണ്ടല്ലേ. എന്നൊരു എണ്ണക്കെട്ട പരശുമോമൻ, അയാൾ എന്തൊരു തെണ്ടിത്തര കാണിച്ചത്. ഒരു കണക്കിന് അത് നന്നായിന്നാ എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഇവിടെ പലരുടെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായല്ലോ. കൊച്ചിനെ വേണമെന്ന് ചോദിച്ചപ്പോ ചാടിക്കയറി വാങ്ങിച്ച പൂജാ മഹാറാണി, നിയമപരമായി കരാർ ഉറപ്പിച്ച് ദത്തെടുത്ത അവളുടെ തള്ള മഹാറാണി, പിന്നെ വേറെ ഒരുത്തിയെ കെട്ടുന്നു ചോദിച്ചപ്പോ ചാടിക്കയറി കെട്ടി എന്നെ ഞെട്ടിച്ച് എന്റെ ഭർത്താവ് ദത്തൻ മഹാരാജാവ്. അത് പിന്നെ മോൾ ആത്മഹത്യാ ഭീഷണി മുഴക്കിയതുകൊണ്ടല്ലേ? ഞാനങ്ങനെ മുഴക്കിന്ന് വെച്ച് അപ്പൊ തന്നെ കയറി കെട്ടുകയാണോ വേണ്ടത്? അത് ഒരു ന്യായമാണ്. അവളുടെ ഒരു ന്യായം ഞാനങ്ങോട്ട് വന്നാലുണ്ടല്ലോ. എന്നാലും മോൾ അഭിനയിച്ചതാണെന്ന് ആര് കണ്ടാലും തോന്നില്ല കേട്ടോ. അത്രയ്ക്ക് ഒറിജിനാലിറ്റി ആയിരുന്നു കേട്ടോ. അതിനാരഭിനയിച്ചു? ജീവിക്കായിരുന്നില്ലേ ഞാൻ? അത് നേരാ. നിന്റെ ഒരു ജീവിതം മറ്റുള്ളവരുടെ ജീവിതം കളഞ്ഞിട്ടാണോടി പോക്കൃത്തരം കാണിക്കുന്നേ? നിന്നെ ഞാൻ ശരിയാക്കി തരാടി. എന്നാലും മോളെ, ആ കല്യാണം മാത്രം മോള് നടത്തി കൊടുക്കരുതായിരുന്നു. ഉള്ളത് പറയാലോ, അന്ന് മോൾ ആ താലി എടുത്ത് കൊടുക്കുന്ന കണ്ടപ്പോ ഓടി വന്ന ആ കയ്യിലങ്ങ് പിടിച്ചാലോന്ന് ഞാൻ ആലോചിച്ചു. പക്ഷേ ഞാൻ ആ കഥയിൽ ഇല്ലല്ലോ. പിന്നെ ഞാൻ എങ്ങനെ ഇടിച്ചു കയറി വരും? വന്നാലും ചിലപ്പോ ആ മൂടിൽ മോൾ എന്നെ കൈവച്ചാലോ? ചിലപ്പോ അല്ല, ഉറപ്പായും വെച്ചേനെ.